സുഹൃത്തുക്കളെ, ഇതാ ഇന്നത്തെ കിസാൻ മേളയിലാണ് നമ്മൾ സാധാരണ തേങ്ങ കായ്ക്കുന്ന ഇതാണിത്. ഇത് കണ്ടെങ്കിൽ ഈ തണ്ടിലാണ് തേങ്ങ കായ്ച്ചിരിക്കുന്നത്. ഈ തേങ്ങ 500 ഗ്രാമിൻ്റെ മുകളിലുണ്ട് ഓരോ തേങ്ങ. ചേരി വളരെ കട്ടി കമ്മിയാണ്. അതങ്ങനെ ഉള്ള ഒരു തെങ്ങാണ്. ഇതാ കണ്ടതിൻ്റെ രൂപം. അതേമാതിരി മങ്ങളെ കഴുങ്ങും തൈയാണിത്. അതിൻ്റെ അടയ്ക്കാണിത്, അടക്ക. ഇത് നാട്ടിലെ പണ്ടത്തെ പാള. ഇത് നമ്മളെ പ്ലാവിലെ ചക്ക. ഇത് ആൺചക്കയും പെൺചക്കയും തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ്. ഈ കാണുന്നത് ഇങ്ങനെ മിനിസുള്ളത് ആണ്. ഇത് പെണ്ണ്. ഇത് മക്കോട്ട ദേവ. ഇത് അർസാബോയ്. ഇത് സൺഡ്രോപ്പ്. ഇത് റംബൂട്ടാൻ. അതേമാതിരി ആണും പെണ്ണും തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം കണ്ടെത്തിയതാണ്. അങ്ങനെ ഇത് നമ്മളെ സീഡ്ലെസ് ലെമൺ. അത് ലെയർ ചെയ്തതാണിത്. കപ്പ് വെച്ച് ലെയർ ചെയ്തത്. വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നേരിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാലിഞ്ഞ് അതിൻ്റെ കപ്പാണിത്. ഈ കപ്പിലാണ് ഇപ്പോൾ ലെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. ഇത് അർബുദപ്പച്ച. ഇത് നമ്മളെ കൂവ, വെള്ളക്കൂവ. ഇത് മധുരച്ചേമ്പ്. ഇത് ഇഞ്ചി എങ്ങനെ നമുക്ക് ഒരു സിമൻറ്റ് ചാക്കിൽ കൃഷി ചെയ്യാം, ചിലവില്ലാതെ കൃഷി ചെയ്യാം. ഒന്ന്, വെറും ചാക്കെടുത്ത് ഉള്ളിലിട്ട് ഉണക്കുക. 2, അതിനകത്ത് ചേരി വെക്കുക. ചേരി ഇങ്ങനെ തന്നെ വെക്കണം. അതിൻ്റെ ചേരിൻ്റെ മുകളിലാണ് 3ആയിട്ട് നമുക്ക് കുറച്ച് പച്ചിലയും പുല്ലും ഇലയൊക്കെ വെക്കുക. അതിൻ്റെ മുകളിൽ വെള്ളവും പിന്നെ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഒരു അരഭാഗം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വിത്ത് നടാം. ഇഞ്ചി വിത്ത് നിറഞ്ഞാൽ ഇതാ നമ്മളെ 5 സെൻറ്റല്ല 2 സെൻറ്റുള്ളവർക്കും ഒരു മൂട് കൃഷി വെച്ചാൽ നമുക്കൊരു 10 കിലോ കണ്ട് കിട്ടും. മൂന്നിയൂർ കൃഷിഭവനാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്നത്. അത് കാവേരി വായ, അതിൻ്റെ തണ്ടാണിത്, ഇലയനത്. ഇതാണ് സ്റ്റാളുകളൊക്കെ അവിടെ ഉള്ളത്. കുറേ സ്റ്റാളുകളുണ്ട്.